ചില ആളുകൾക്ക് ഇതൊക്കെ അന്തരീക്ഷത്തിൽ പോയാലെന്നുള്ളത്. അപ്പോൾ തമാശ ഇപ്പോഴും ട്രോളിൻ്റെ രൂപത്തിൽ വലിയ പങ്ക് ഇതിൻ്റെ തിരുത്തുന്ന സ്ഥലത്ത് വഹിക്കുന്നുണ്ട്. ബാക്കി കുറേയൊക്കെ ആളുകൾ കോമഡി ഷോ കാണുന്ന പോലെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ആൾക്കാർ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അതിൻ്റേതായ കുഴപ്പങ്ങളുമുണ്ട്. പിന്നെ തമാശക്ക് ഒരു കാര്യം കൂടെ ഉള്ളത്, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിങ്ങൾ എന്ത് തമാശ വേണമെങ്കിലും പറഞ്ഞോളൂ, എത്ര തമാശ വേണമെങ്കിലും പറഞ്ഞോളൂ. എന്നെ പറ്റിയോ എൻ്റെ മതത്തിനെ പറ്റിയോ എൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയോ അതാകാതിരുന്നാൽ ഞാൻ ചിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ചിരി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം. ഇപ്പോൾ രമേശേട്ടൻ ഇതിനിടയിൽ പറയുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കൂട്ടിച്ചേർത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് അവർ വിചാരിക്കുകയാണ്. കാരണം പണ്ട് ചില കവിതാക്കൾ വലിയ വീട്ടിലെ പെണ്ണിനെ ചെറിയ ചെറുക്കം പ്രേമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ ഒളിച്ച് നടക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് കണ്ടാൽ നാട്ടുകാർ വലിയ പ്രശ്നം ഉണ്ടാക്കും. അതേ അവസ്ഥയാണിപ്പോൾ. ഇവർ രണ്ടും രണ്ടാണെന്നും രണ്ട് തരത്തിൽ രണ്ട് ആശയങ്ങളിലുള്ളവരാണെന്നുള്ള ബോധം നാട്ടുകാർക്കുള്ളത് കൊണ്ട് അവർ ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ ഇവർ ആക്രമിക്കപ്പെടുമെന്നുള്ളത് ഭയന്നിട്ടാണ് ബന്ധങ്ങൾ അങ്ങനെയുള്ള വലിയ തലത്തിൽ പലപ്പോഴും കാണിക്കാത്തത്. നമ്മൾ കണ്ടതാണ്. ചിലർ ഇപ്പം ഒരു BJP നേതാവിനെ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഒരു കോൺഗ്രസ് നേതാവ്, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടാൽ വലിയ ചോദ്യങ്ങൾ ഉണ്ടാകുകയാണ്. അല്ലാതെ അവരൊക്കെ തമ്മിൽ അത്ര വലിയ ശത്രുതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ നമ്മൾ കാണുന്ന ചായ കുടിക്കുന്നതൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. കവിതാക്കൾ നമ്മൾ ആരും കാണാതെ പോയി മിണ്ടില്ലേ, അതുപോലെ ചെയ്യുന്നുണ്ടാവും. ആശയപരമായല്ലേ വഴക്കുള്ളൂ. എനിക്ക് വേണമെങ്കിൽ സമയം അവർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കും. കാലികവുമായ ചോദ്യം 2 സെക്കൻഡ് പോയില്ലേ? ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടീച്ചറെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ എഴുതിയില്ല, അതിന്റെ ശാപമാണ്. ഇതാണ് കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്നത്. ഇവരോട് ചോദ്യം ചോദിച്ചിട്ട് ആ കൊച്ചു വേറെ മിണ്ടിക്കൊണ്ട് നിൽക്കുക. ഞാനിത് ചോദിച്ചപ്പോൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ മനസ്സിലാക്കിയില്ല എൻ്റെ മനസ്സിന്റെ വേദന. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ടീച്ചർ ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിന് പറയേണ്ടുന്ന മറുപടി സാധാരണ പാസ്സാണ്. പക്ഷെ ഞാൻ പറയുന്നില്ല, പാസ് പറയുന്നില്ല, ഞാനതിന് മറുപടി പറയുന്നു. കേരളത്തിൽ ഇന്ന് 12 ന്യൂസ് ചാനലുകളോടുണ്ട്. മറ്റ് ചാനലുകൾ ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പം വരാൻ വേണ്ടി പോകുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ന്യൂസ് ചാനലുകളെല്ലാം നിലനിൽക്കുന്നത് അത് പ്രബുദ്ധതയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. പരിണാമപരമായി നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. താനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യും, 10 പേര് ഗുഡ് 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 എന്ന് കമന്റ് ഇടുന്നതിൻ്റെ ഇടയിൽ ഒരുത്തൻ നിനക്ക് നാണമില്ലേടി ഇങ്ങനെ ഫോട്ടോ ഇടാമെന്ന് ചോദിക്കുന്നു. ഈ 10 പേരെയും ഇഗ്നോർ ചെയ്തുകൊണ്ട് ആദ്യം അവൻ്റെ പ്രൊഫൈലിൽ പോയി കുത്തി നോക്കി അവൻ ആരാണെന്ന് മനസ്സിലാക്കി പറ്റുമെങ്കിൽ അവനൊരു മറുപടി കൊടുക്കാനാണ് സ്വാഭാവികമായും നമ്മൾ ആദ്യം ചിന്തിക്കുക. നല്ലത് നമ്മൾ പെട്ടെന്ന് ഇഗ്നോർ ചെയ്യും. അത് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി തന്നേക്കുന്ന ഒരു കഴിവാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടി പറയുന്നു. രാത്രി ഒരു കാട്ടിൽ കൂടി നടക്കേണ്ടി വരുമ്പോൾ അവിടെ പാമ്പുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും, പൂമ്പാറ്റയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ല. കാരണം പൂമ്പാറ്റ അവിടെ ഇല്ല, പാമ്പ് നമ്മളെ വല്ലതും ചെയ്യും. പൂമ്പാറ്റ ഉണ്ടെങ്കിലും നമ്മളെ ഒന്നും ചെയ്യില്ല, പാമ്പ് നമ്മളെ വല്ലതും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നെഗറ്റീവുകളോട് നമുക്കൊരു വല്ലാത്ത ആഭിമുഖ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് കാണുമ്പം നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണം എന്ന്. മറ്റേത് നമുക്ക് ഹാർംഫുൾ അല്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ കൂടുതലും അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. എൻ്റെ പ്രശ്നം സംഭവിച്ചു. ഞാൻ ഈ പറഞ്ഞ മാറ്ററിന് ഒരു പരിണാമപരമായ